മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, തിരിഞ്ഞു നോക്കിയാൽ ജീവിതത്തിലെ വലിയ മുറിപ്പാടുകൾ പലതും ശത്രുക്കളിൽ നിന്നാവില്ല. അത് വിശ്വസിച്ചവർ തന്നെ നിങ്ങൾക്ക് നൽകിയതായിരിക്കും. മനസ്സറിഞ്ഞ് സ്നേഹിച്ച ഒരാളെ മരിക്കുവോളം വെറുക്കാൻ കഴിയില്ല. പകരമായി എത്തുന്നവരാരും പകരം വയ്ക്കപ്പെടുകയുമില്ല. ഭക്തരെ, അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസം: അറിവ് എല്ലായിടത്തു നിന്നും കിട്ടും, എന്നാൽ തിരിച്ചറിവ് അനുഭവത്തിൽ നിന്നു മാത്രമായിരിക്കും കിട്ടുന്നത്. നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഒരിക്കൽ പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ക്ഷമിക്കാൻ മാത്രമേ കഴിയൂ, മറക്കാൻ കഴിയില്ല. വീഴ്ചകളൊന്നും തന്നെ പറ്റാതിരിക്കുന്നതല്ല മാഹാത്മ്യം. ഓരോ വീഴ്ചയിൽ നിന്നും എഴുന്നേൽക്കുന്നതാണ് മഹത്വം. ഭക്തരെ, സമ്പത്തും ബഹുമതികളും ആളുകളെ അഹങ്കാരത്തിലേക്ക് നയിക്കുമ്പോൾ അതിൻ്റെ ഫലമായി തിന്മ രംഗപ്രവേശനം ചെയ്യുന്നു. ഓരോ മനുഷ്യഹൃദയത്തിലും ആവശ്യത്തിലധികം വേദനകളും മുറിവുകളുമുണ്ടാകും. പക്ഷേ പലരും ആരെയും ഒന്നും അറിയിക്കുന്നില്ലെന്ന് മാത്രം. ഭക്തരെ, സ്നേഹവും കരുതലുമില്ലാത്ത ജീവിതം വിരസമാണ്. എല്ലാവർക്കും അത് നൽകുക, പക്ഷേ അത് തിരികെ പ്രതീക്ഷിക്കരുത്. ഈ ലോകത്തിൽ ഒന്നും സ്ഥിരമല്ല. അതിനാൽ തന്നെ നിങ്ങൾ അധികമായി വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം സാഹചര്യം എത്ര മോശമായാലും മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഭക്തരെ, ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന പുരോഗതിയെ ഒരിക്കലും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾക്കെല്ലാവർക്കും സ്വന്തം ദൂരം സഞ്ചരിക്കാൻ സ്വന്തം സമയം ആവശ്യമാണ്. ഈ ലോകത്തിൽ ഏറ്റവും സ്വാർത്ഥതയുള്ളത് മനുഷ്യർക്കാണ്. കാരണം അവർ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ കുറവുകൾ മറക്കുന്നു. എന്നാൽ അവർ നിങ്ങളെ വെറുക്കുമ്പോൾ നിങ്ങളുടെ നല്ല ഗുണങ്ങളെല്ലാം മറക്കുകയും ചെയ്യുന്നു. ഭക്തരെ, നിങ്ങൾ തളർന്നു വീണത് കണ്ട് ചിരിക്കാൻ പലരുമുണ്ടാകും. അതിനാൽ താങ്ങാൻ ആളില്ലെങ്കിലും വീണ്ടും എണീറ്റു നിൽക്കണം എന്ന ബോധ്യത്തോടെ ജീവിക്കുക. ഭക്തരെ, അനുഭവത്തേക്കാൾ വലിയ പാഠവും ജീവിതത്തേക്കാൾ വലിയൊരു വിദ്യാലയവും ഈ ഭൂമിയിലില്ല. തെറ്റുകൾ രഹസ്യമായി ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തി നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നു. പരസ്യമായി പറയുന്നവർ നിങ്ങളെ അപമാനിക്കാൻ അവസരം കാത്തു നടക്കുന്ന ശത്രു തന്നെയാണ്. തുടർച്ചയായി അവഗണിച്ചാൽ ഏതൊരു ദൃഢബന്ധവും പതിയെ പതിയെ നശിക്കും. കാരണം അവഗണനയ്ക്ക് നാശത്തിൻ്റെ ഭാവമാണ്. ഭക്തരെ, തെറ്റുകൾ ചെയ്യുന്നവരല്ല, തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നവരാണ് പലപ്പോഴും ഒറ്റപ്പെടുന്നത്. ജീവിതവും അനുഭവങ്ങളും നിങ്ങളുടേതാകുമ്പോൾ തീരുമാനവും നിങ്ങളുടേത് മാത്രമായിരിക്കണം. ഭക്തരെ, ഒരു കാര്യം തെറ്റായി തോന്നിയാൽ അത് 2 തരത്തിൽ ചിന്തിക്കുക. വ്യക്തി പ്രധാനമാണെങ്കിൽ കാര്യം മറക്കുക. കാര്യം പ്രധാനമാണെങ്കിൽ വ്യക്തിയെ മറക്കുക. നല്ല ചിന്തകൾ നിറഞ്ഞ മനസ്സിൽ നിന്ന് വരുന്ന പ്രവൃത്തികളും കർമ്മങ്ങളും തീർച്ചയായും നന്മയുള്ളത് തന്നെയായിരിക്കും. ഭക്തരെ, ഒരാളെ ചതിക്കുക എന്നത് ഒരു കടമാണ്. മറ്റൊരാളുടെ കൈകളിൽ നിന്നും പലിശ സഹിതം തിരിച്ചു കിട്ടുന്ന കടം. അതിനാൽ ആരെയും ചതിക്കാതിരിക്കുക. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന തോന്നൽ നിങ്ങൾക്ക് ഉള്ളിടത്തോളം കാലം നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. കുറഞ്ഞ പ്രതീക്ഷകളാണ് ഏറ്റവും നല്ലത്. അത് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം നൽകും. ഭക്തരെ, ആഴമേറിയ സ്നേഹബന്ധങ്ങളിലും ആദരവ് നൽകിയ കുടുംബ ബന്ധങ്ങളിലും വിള്ളൽ വീഴ്ത്താൻ കഴിയുന്ന സത്യമാണ് പണവും വിശ്വാസവും. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.